ഭരണകൂടം പേവിഷബാധ മരണം. തിരുവനന്തപുരം SITയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങളാണ്. കാണുമ്പോൾ ഒരു വാർത്തയുടെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്, 15 വയസ്സായ കുട്ടികൾക്ക് താഴെയുള്ള കുട്ടികൾക്ക് പേവിഷബാധ വരാതിരിക്കാൻ വേണ്ടി ഡോസ് മരുന്ന് കൊടുക്കുന്നു എന്നാണ്. യഥാർത്ഥം അത് കണ്ടപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത്. കാരണം ഇതിനു മുമ്പ് നമുക്ക് കൊറോണയും അതുപോലുള്ളതും വന്നപ്പോൾ തന്നെ നമ്മൾ എടുത്ത ഇഞ്ചക്ഷൻ്റെയും ഡോസിൻ്റെയൊക്കെ ഫലം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊരു മരുന്ന് നമ്മൾ അമിതമായി ഉപയോഗിച്ചാലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന കാര്യത്തിലൊരു സംശയമില്ല. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നതാണ് സംശയം. കാരണം മാരകവ്യാധികൾ വരികയോ പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ വാക്സിനും ഡോസുകളും ഒക്കെ എടുക്കാം, വേണം. അതിലുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ നമുക്ക് സഹിക്കുകയല്ലാതെ വേറെ വഴിയുമില്ല. എന്നാൽ ഇത് തെരുവ് നായ്ക്കളുടെ പക്ഷേ ഒരു കാര്യം ചെയ്യണം. അതിന് പകരം നമ്മുടെ ഭരണകൂടങ്ങൾ, നഗരസഭകളെല്ലാം ഷെൽട്ടർ എന്നൊരു സംവിധാനം ഉണ്ടാക്കി ഇന്ന് റോട്ടിൽ ഒരു തെരുവ് നായ പോലും ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അവർക്കുണ്ട്. തെരുവ് നായകളെ അവർ ഷെൽട്ടറിലാക്കുകയും അവിടെ ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. വേറൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ റോട്ടിൽ നടക്കുന്ന തെരുവ് നായ്ക്കളിൽ നല്ലൊരു അംശവും പേവിഷ വാഹകരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഷെൽട്ടറിലേക്ക് അടച്ചാൽ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ ഇവരിൽ ഏകദേശം ഭൂരിഭാഗവും മരിക്കണം. നമ്മൾ ഈ പേവിഷബാധ മരിച്ച കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും മരിച്ച 2 കുട്ടികളുടെ പ്രശ്നം മാത്രമല്ല, എത്രയോ പേർ ഹോസ്പിറ്റലിലാണ് ഓരോ മാസവും. അതുപോലെ തന്നെ ഇപ്പോൾ പൂച്ച മാന്തിയാലും ചെറിയ എലി മാന്തിയാലും എല്ലാം പോയി വാക്സിൻ എടുക്കുകയാണ്. കാരണം ഇതിനെല്ലാം പട്ടി കടിച്ചിട്ടുണ്ടോ അല്ല പട്ടിയിൽ നിന്നും പേവിഷബാധ വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയാത്തത് കൊണ്ടൊന്നും ഒരു ആട് മാന്തിയാൽ വരെ നമ്മളിപ്പോൾ പോയി വാക്സിൻ എടുക്കാൻ ഗതികേടാണ്. പക്ഷേ ഈ തെരുവ് നായ്ക്കളെ എല്ലാം ഷട്ടറിലേക്ക് ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വീട്ടിലെ നായ്ക്കൾക്കെല്ലാം ഒരു കോളർ പോലുള്ള ഒരു സംവിധാനം, ഇത് GPS പോലത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ അത് ഇന്നാരുടെ പട്ടിയാണ് ഇന്നാരുടെ നിന്ന് അറിയപ്പെടുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഭരണകൂടത്തിന് ഒരു പോലും നഷ്ടമില്ലാതിരിക്കാൻ അവർക്ക് ഈ ആപ്പും QR കോഡും ഒക്കെ വെച്ചാൽ ജനങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് പോലെ ഇതിലേക്കും ജനങ്ങൾ നൽകാൻ തയ്യാറാണ്, ഞാനടക്കം. കാരണം നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം. നായ്ക്കളെ കൊല്ലാൻ കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയില്ല, കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളാണ്. വേണ്ടത് ഷട്ടറുകൾ തുറക്കുക, അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം നോക്കുക, അതിനുശേഷം അവിടെ നിന്ന് അവിടെ വന്ധീകരണം നടത്തുക, എന്നതിനുശേഷം അവ മരണപ്പെട്ട് തീരുമ്പോൾ ഈ പ്രശ്നവും തീർന്നു. എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ തെരുനായ്ക്കൾ എന്ന് പറഞ്ഞൊരു വാക്ക് പോലും കേൾക്കേണ്ടി വരില്ല. കടുവയെ കൊല്ലാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വരുന്നുണ്ട്, പോത്തിനെ കൊല്ലാൻ വേണ്ടി ഓർഡർ വരുന്നുണ്ട്, പുലിയെ കൊല്ലാൻ വേണ്ടി ഓർഡർ വരുന്നുണ്ട്, ആനയെ പിടിക്കാൻ വേണ്ടി ഓർഡർ വരുന്നുണ്ട്. പക്ഷേ നായെ പിടിക്കാൻ വേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? കോടിക്കണക്കിന് രൂപയുടെ വാക്സിനാണ് ഓരോ വർഷവും ഭരണകൂടം വാങ്ങിക്കൂട്ടുന്നത്. നിങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. ജനങ്ങളുടെ ആരോഗ്യം ഇന്ന് ഇതിനെതിരെ നിൽക്കുന്ന ഭരണകർത്താക്കളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുകുട്ടിയോ പട്ടി കടിക്കുകയും അത് പേവിഷബാധയാവുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കിടന്ന് ഓടും. നിങ്ങളെ കുട്ടികളെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ കുട്ടിയും. ഡോക്ടർമാരെ നമ്മൾ ഒരു കുറ്റവും പറയില്ല. കാരണം ഞരമ്പിലേക്ക് ഇതിൻ്റെ വൈറസ് കടന്നാൽ അവർ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അവർക്ക് എന്ത് ചെയ്യാനാണ്? അവരെ കുട്ടികൾക്ക് കയ്യിൽ കിട്ടുന്ന മരുന്ന് കൊണ്ട് അവർ ചികിത്സിക്കുക എന്നല്ലാതെ ആ പാവങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നവരാണ് ഡോക്ടർമാരും പോലീസുകാരും എല്ലാം. അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുക, അവർക്കെതിരെയോ ഒന്നും തിരിയരുത്. കാരണം അവർ നിരപരാധികളാണ്, അവർ ചികിത്സിക്കുന്നവരാണ്. പക്ഷേ അവരിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായാൽ, എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവാതിരുന്നാൽ, നായ്ക്കൾ കടിക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം